എല്ലാവർക്കും ശുഭസായാഹ്നം നേരുന്നു. സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടു കൂടിയുള്ള ദിവസം എല്ലാവർക്കും എന്നും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ അടുത്തൊരു പ്രോഗ്രാമിന്റെ പക്കത്തെത്തിയിരിക്കുന്നു. നാളെ നിങ്ങൾക്ക് ലൈവയുടെ സൂം സെഷൻ ഉണ്ടാവില്ല, മറ്റന്നാളും ഉണ്ടാവില്ല. സൺഡേ, നാളെ സാറ്റർഡേ എന്തായാലും ഉണ്ടാവാൻ സാധ്യതയില്ല. സൺഡേ ചിലപ്പോൾ പറ്റുമെങ്കിൽ നോക്കാം. അവിടുത്തെ സാഹചര്യം ശരിയാണെങ്കിൽ ചിലപ്പോൾ സൺഡേ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാമെന്ന് വിശ്വസിക്കുന്നു. മൺഡേ ഉണ്ടാവില്ല. മൺഡേ ഞാൻ യാത്രയിലായിരിക്കും. വീണ്ടും ചെയ്യാൻ പറ്റും. തിരുവനന്തപുരത്തേക്ക് വരാൻ തയ്യാറായിരിക്കുന്നവരെല്ലാം ബാഗൊക്കെ റെഡിയാക്കി വെച്ചോളുക. കയറിക്കോളൂ. ഇപ്പൊ തന്നെ നാളെ രാവിലെ കയറേണ്ടവരെ കയറിക്കോളാം. ഇന്ന് രാത്രി കയറുന്നവർ കേൾക്കാം. ഞാനെന്തായാലും ഇന്ന് രാത്രി തന്നെ പുറപ്പെട്ടു. ഞങ്ങളെല്ലാം അഡ്മിന്മാരൊക്കെ പുറപ്പെട്ട് കഴിഞ്ഞിരിക്കും. ബാക്കിയുള്ളവർ മിസ്സാവും. അവര് നിങ്ങളെ ഉചിതമായ രീതിയിൽ തീരുമാനിച്ച് വരിക. ഒരു എന്താ പറയാ, ഒരു പ്രത്യേക രീതിയിലായിരിക്കും നാളത്തെ ശ്രീപത്മനാഭന്റെ മണ്ണിലുള്ള പരിപാടി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം ഇന്നലെ ഇവർ പറഞ്ഞ പോലെ പത്മനാഭന്റെയും അതുപോലെ തന്നെ പഴവങ്ങാടി ഗണപതിയുടെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ, ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തും സാധ്യമാണ് എന്നുള്ള ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അതാണല്ലോ അവിടെ ഏറ്റവും വലിയ. ഞാൻ ഇന്നലെ ഇരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന ഒരു കാര്യം, ഒരിക്കലും ഞാൻ ഇങ്ങനൊരു പ്രോഗ്രാം എന്റെ മനസ്സിൽ വന്നിട്ടില്ലായിരുന്നു. നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന പ്രോഗ്രാമിനെ വെച്ച് നമ്മൾ മണി മാനിഫെസ്റ്റേഷനെ പറ്റിയൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നോ യാദൃശികമായിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാം വന്നു. ഞാൻ ഹോട്ടലിലെ ബുക്കിങ്ങിന് വിളിച്ചപ്പോഴാണ് ആ ആൾ എന്നോട് പറഞ്ഞത്, സാറേ ഇതൊരു അടിപൊളി പ്രോഗ്രാം ആണല്ലോ, പത്മനാഭന്റെ മണ്ണിൽ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ. അപ്പൊ ഞാൻ അത്ര വലിയ കാര്യമായിട്ട് അത് ആലോചിച്ചില്ലായിരുന്നു. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കി ഇന്നത്തെ കണക്കിൽ ഇന്ന് ഏറ്റവും വലിയ കോടിപതി എന്ന് പറയുന്നത് നമ്മുടെ കണക്കിൽ പത്മനാഭൻ തന്നെയാണ്. പത്മനാഭന്റെ അത്രയും ഇല്ലത്ര, ശ്രീ പത്മനാഭന്റെ അടുത്തിൽ ഇത്രയും കോടികൾ പൊതുവെ അത്രയും എന്താണോ ഇപ്പൊ കണ്ടെത്തി കഴിഞ്ഞതോ ഇനി കണ്ടെത്താനിരിക്കുന്നതൊക്കെയുള്ള അത്രയും അത്ഭുതകരമായ കാര്യങ്ങൾ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ തന്നെ പ്രാർത്ഥിച്ചിട്ട് ഇതേ ഒരു സാധനത്തെ പറ്റി സംസാരിക്കാൻ പറ്റുന്ന ചിലപ്പോൾ എനിക്കൊരു നിയോഗമായിരിക്കാം, അല്ലെങ്കിൽ എനിക്കൊരു അനുഗ്രഹമായിരിക്കാം എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ആ കാര്യത്തിൽ. കാരണം എ നിലവറ തുറക്കുകയും ബി നിലവറ തുറക്കാതിരിക്കുന്നതൊക്കെ അതൊക്കെ മറ്റൊരു രീതിയിൽ പറയാം. പക്ഷെ എങ്കിലും അവിടെ എത്രയോ കോടികൾ ഉണ്ട് എന്നുള്ള സത്യമാണ്. അതിന്റെ ഒരു കാറ്റ് നമുക്ക് ഇങ്ങോട്ട് വീശിയാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു. മുഴുവൻ വേണ്ട ഒരു ചെറു കാറ്റ് നമ്മൾ അങ്ങോട്ട് വീശി കിട്ടിയാൽ നമ്മളെ രക്ഷപ്പെട്ടു. അങ്ങനെ ഉള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ളതാണ് അത് പ്രാർത്ഥന. അപ്പോ രാവിലെ ചിലപ്പോൾ പ്രോഗ്രാം രാവിലെ ആയിരിക്കാം, അല്ലെങ്കിൽ തലേദിവസം രാത്രി അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടായിരിക്കാം വരുന്നത്. എന്തായാലും അത് ഉണ്ടാവും. പിന്നെ വിഘ്നങ്ങളൊന്നും ഇല്ലാതെ എപ്പോഴും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പഴവങ്ങാടിയുടെ അയ്യപ്പന്റെ അനുഗ്രഹം ഉണ്ടാവും. വിഘ്നേശ്വരന്റെ എല്ലാവിധ അനുഗ്രഹവും നമുക്കുണ്ടാവും. വിഘ്നങ്ങളില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന കൂടിയാണ്. അപ്പോൾ അവസാന നിമിഷം ഇപ്പോ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഏകദേശം സീറ്റ് ഫുള്ളായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ സെറ്റ് ചെയ്തെടുത്ത് 7 സീറ്റുകൾ ബാക്കിയുണ്ട്. വെറും 7 സീറ്റാണ് ബാക്കിയുള്ളത്. ബാക്കിയൊക്കെ കൺഫേം ആയി. ഇനി ആരെങ്കിലും അത്യാവശ്യം വരാൻ പറ്റാത്തവർ, ഇതുവരെ ചേർക്കാത്തവരുണ്ടെങ്കിൽ, നമ്മൾ എന്താ പറയാ, ഇതുവരെ പേര് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഡ്മിനെ വിളിച്ച് പറഞ്ഞോളൂ. നിങ്ങൾക്ക് ആ 7 സീറ്റിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അഡ്മിനോട് പറഞ്ഞാൽ മതി. ഇത്രയാണ് എൻ്റെ കയ്യിൽ കാശുള്ളൂ എന്നുള്ള അങ്ങനെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളുക. എന്നിട്ട് അത് നിങ്ങൾ വരാൻ താല്പര്യമുള്ള ആൾക്കാർ, ആ ഭാഗത്തുള്ളവർക്കല്ലേ പറ്റുള്ളൂ. നാളെ ഇപ്പോൾ യാത്ര ഇത്ര ദൂരമുള്ളവർക്ക് പറ്റില്ല. സാമ്പത്തികമായ വിഷയമാണെങ്കിൽ ജസ്റ്റ് അഡ്മിനെ വിളിച്ച് പറഞ്ഞോളൂ, ഇങ്ങനെയാണ് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ ആദ്യം പറഞ്ഞു, കാശ് ഉണ്ടാക്കിയിട്ട്, സ്വന്തം കാശ് ഉണ്ടാക്കിയിട്ട് വരണം എന്റെ പരിപാടിക്ക്, കടം മേടിച്ച് വന്നേക്കരുതെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പൊ അതുപോലെ ഉള്ളതിനനുസരിച്ച് വന്ന് ബാക്കിയൊക്കെ നമുക്ക് മറ്റ് കാര്യങ്ങൾ നോക്കാം എന്നുള്ള ഒരു 7 സീറ്റിന് മാത്രമുള്ള ഒരു കൺഫർമേഷൻ പറയാം. കാരണം അത്രയും വരാൻ ആഗ്രഹമുള്ളവർക്ക് അതുകൊണ്ട് ഇല്ലാതാവരുത് എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ യഥാവിധി നടക്കട്ടെ. നിങ്ങൾ എല്ലാവരും ബാക്കി പലർക്കും പല പ്രോഗ്രാം പോകാറുണ്ട്. അപ്പൊ എല്ലാവരും നിങ്ങൾ പോകുമ്പോഴൊക്കെ ഓർക്കേണ്ട, വേറെ എവിടെ പ്രോഗ്രാം പോകുമ്പോഴും നിങ്ങൾ ഓർക്കേണ്ടതും ചെയ്യേണ്ടതും കാര്യം ഒന്ന് മാത്രമാണ്, നമ്മളുടെ ലക്ഷ്യം, നമ്മുടെ ആവശ്യം എന്താണോ അതിൽ ഊന്നിക്കൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. അതിന് യാതൊരു വിട്ടുവീഴ്ചയും തയ്യാറാവരുത്. എനിക്ക് എന്താണോ വേണ്ടത് അതിൽ ഞാൻ ഫോക്കസ് ചെയ്യുക, അതിലേക്ക് തന്നെ എത്തുക. പലർക്കും നാളെ നെറ്റ് നിങ്ങളുടെ പല
പ്രോഗ്രാംസ് വേറെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആൾക്കാർ പലയിടത്തും പല സ്ഥലത്തും കോയമ്പത്തൂരോ ചെന്നൈയിലൊക്കെ പോകേണ്ടതുണ്ട്. അപ്പൊ അവരോടൊക്കെ ഓർമ്മിപ്പിക്കാത്രേ ഉള്ളൂ, എപ്പോഴും ഫോക്കസ്ഡ് ഓൺ വാട്ട് യു വാണ്ട്. അതിനെ മറക്കാതിരിക്കുക, അതിലേക്ക് പൂർണ്ണമായും ശ്രദ്ധിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പറയാൻ. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒരുപാട് ആൾക്കാർക്ക് ഗുഡ് ന്യൂസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വളരെ കൂടുതലാണ്. അതാണ് എന്നെ ഈ മോട്ടിവേറ്റ് ചെയ്ത് വൈകുന്നേരം ഓഫീസിൽ നിന്ന് എത്തിയിട്ട് ഓടി എത്തിയിട്ട് ക്ലാസ് എടുക്കാനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രധാന ഘടകം ഇതാണ്, നിങ്ങൾക്കുണ്ടാവുന്ന മാറ്റത്തെ കുറിച്ചാണ്. അപ്പോൾ സദാ ആ മാറ്റത്തിൽ തയ്യാറായി അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ നമ്മുടെ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഇന്നിപ്പോ നിങ്ങൾക്ക് ഈ ക്ലാസ് തന്നത് കുറെ ആൾക്കാർ പബ്ലിക് ഗ്രൂപ്പിൽ നിന്നും കയറി വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ മെമ്പേഴ്സിന് മാത്രമുള്ള ക്ലാസ് ആണ്. ഇപ്പൊ എല്ലാ ക്ലാസ്സും സൺഡേ ഒരു ദിവസം ഒഴിച്ച് ബാക്കിയെല്ലാം മെമ്പേഴ്സിന് മാത്രമുള്ള ക്ലാസ്സുകളാണ്. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് പോലെ ഷെയർ ചെയ്തതാണ്. അപ്പൊ മെമ്പേഴ്സിന്റെ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സിൽ 1000 രൂപയിൽ കൂടുതലുള്ള ഏതെങ്കിലും ഒരു കോഴ്സിൽ നമ്മൾ ജോയിൻ ചെയ്തിരിക്കണം. അവർക്ക് മാത്രമേ മെമ്പർഷിപ്പ് കിട്ടുകയുള്ളൂ. ആ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ നമ്മുടെ സൂം സെഷനിൽ ഡയറക്റ്റ് പങ്കെടുക്കാൻ പറ്റൂ. അത് ഇന്ന് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടില്ല, കുറച്ച് ഗ്രൂപ്പുകളിൽ മാത്രം ഞാൻ ഇട്ടതാണ്. ജസ്റ്റ് ഒരു ആർക്കെങ്കിലും ആരോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ ഇട്ടാണ്. അപ്പൊ എല്ലാവർക്കും അത് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും ഏതെങ്കിലും ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങളില്ല. കാരണം അങ്ങനെയാണല്ലോ നമുക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തത്. ഇതൊന്ന് ഓർക്കണം. അപ്പോ നമ്മുടെ ജീവിതത്തിൽ പണത്തിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയും. പിന്നെ ആത്മീയ ഉപദേശകരോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പറയുക, അല്ലെങ്കിൽ പാർട്ടിക്കാരോ ഏതെങ്കിലും എന്താ പറയാ നമ്മളെ തൊഴിലാളി ഐക്യം അങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ചിന്തിക്കുക. ഇസങ്ങളൊക്കെ നല്ലതാണ്, അതൊക്കെ പണ്ടേ കഴിഞ്ഞുപോയി. അത് കാശില്ലാതെ ഇന്ന് ജീവിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്കും പറ്റില്ല, എനിക്കും പറ്റില്ല, അത് യാഥാർത്ഥ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് കാശുണ്ടാവുന്നെങ്കിൽ ഞാൻ വസനിഗ്ധമായി പറയാണ്, ഞാനും കാശില്ലാതെ നിൽക്കാൻ നമുക്കും പറ്റില്ല. അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം തന്നെ. പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് വേണം യെസ്, തിരുവനന്തപുരം ക്ലാസ് ഞാൻ സംസാരിച്ചത് 3 മാസം മുമ്പേ, പക്ഷെ തീരുമാനിച്ചപ്പോഴാണ്. ശരിയാണ്. താങ്ക് യു സുജാത. ഓക്കെ, അപ്പോ നമുക്ക് സാമ്പത്തികം നിങ്ങൾക്ക് എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ലോകം അതിനനുസരിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ വളരെ, പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, പണം എപ്പോഴും നമ്മൾക്ക് ഉണ്ടാക്കുമ്പോഴും അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കേണ്ടത് അതൊരു എനർജിയാണ്. അതുകൊണ്ട് സ്വസ്ഥമായിട്ട് മാത്രമേ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കാവൂ. വെട്ടിപ്പിടിച്ചുണ്ടാക്കിയത് ഒന്നും നിലനിൽക്കില്ല എന്ന് എപ്പോഴും ഓർമ്മിക്കുക. വെട്ടിപ്പിടിച്ച് നിങ്ങൾ ആരെന്ത് ഉണ്ടാക്കിയാലും അത് നിലനിൽക്കില്ല, അത് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല എന്ന് ഒരിക്കലും മറക്കാതിരിക്കുക. അതുകൊണ്ട് ന്യായമായ പ്രവർത്തനത്തിലൂടെ, ന്യായമായ വിധിയിലൂടെ, ന്യായമായ ചിന്തയിലൂടെ മാത്രമേ ആ സാധനത്തെ ഉണ്ടാക്കാവൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ദൈവികമായി ചിന്തിക്കുന്നവരാണെങ്കിൽ ദൈവികമായി പറയാം, ദൈവത്തിൽ നിരക്കുന്നത് മാത്രമേ ചെയ്യാവൂ, അല്ലാതെ പണം കിട്ടാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പിടിച്ച് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടേക്ക് യുവർ ഇൻസ്പയർഡ് ആക്ഷൻ ആൻഡ് മേക്ക് യുവർ മണി. ടേക്ക് യുവർ ഇൻസ്പയർഡ് ആക്ഷൻ ആൻഡ് മേക്ക് മണി. ആരും വെറുതെ കിടന്നിട്ട് കാശുണ്ടാക്കാൻ പറ്റും എന്ന് ഒരു ചിന്തയും ദയവ് ചെയ്ത് ഉണ്ടാക്കരുത്. അതൊന്നും പോസിബിൾ അല്ല. മിറാക്കിളുകൾ എന്ന് പറയുന്നത് അത് നമുക്കറിയില്ലെന്നേ ഉള്ളൂ, യാഥാർത്ഥ്യത്തിൽ ഉള്ളതാണ്. ഞാൻ വെറുതെ ഇരിക്കുന്നു, ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു, എഴുതുന്നു, എനിക്ക് കാശ് വരും എന്ന് ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ദിനേശ് മുങ്ങത്തിന്റെ ക്ലാസ്സിൽ അങ്ങനെ ഒരു സംഭവം നടക്കില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല. ഒന്നുകൂടി ഓർക്കുന്നു, അഫർമേഷൻ ചെയ്തതുകൊണ്ടോ മെഡിറ്റേഷൻ ചെയ്തതുകൊണ്ടോ മാത്രം കാശ് ഉണ്ടാവും, ശൂന്യതയിൽ നിന്ന് പൊട്ടി മുളക്കുമെന്ന് ആരും കരുതരുത്. അങ്ങനെ ഒരു സംഭവം. പക്ഷേ ഇതൊക്കെ സംഭവിക്കും നിങ്ങൾ പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യൂ. ഈ വിശ്വസിപ്പിക്കാനാണ് നമ്മളെ തന്നെ, നമ്മുടെ ഉപബോധ മനസ്സിനെ നമ്മൾക്ക് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഫർമേഷൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട് മെഡിറ്റേഷന് പ്രധാനമായ ആവശ്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ലൈൻ ഒന്നുകൂടി മനസ്സിലാക്കുക. സ്വസ്ഥമായ മനസ്സിൽ മാത്രമേ നല്ല ചിന്തകൾ ഉണ്ടാവുകയുള്ളൂ. നല്ല ചിന്തകൾ ഉണ്ടായാൽ മാത്രമേ
നല്ല ബുദ്ധി അല്ലെങ്കിൽ നല്ല പ്രവർത്തനം ഉണ്ടാവുകയുള്ളൂ. നല്ല പ്രവർത്തനം ഉണ്ടായാൽ മാത്രമേ നല്ല മണി ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇത് മനസ്സിലായി എങ്കിൽ, ഇത്രയും ഞാൻ പറഞ്ഞത് മനസ്സിലായി എങ്കിൽ, എല്ലാവരും ഈ 205 ടൈപ്പ് ചെയ്തേ. റെഡി ടു ഹിയർ ദാറ്റ് അതർ തിങ്സ്. സന്തോഷത്തോട് റെഡിയായി. മറന്നുകൊണ്ടല്ലോ അല്ലെ ഞാൻ ഇത്രയും പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചത് എന്താ സാർ എന്ന് പറയാത്തത് അല്ലെ. ഇവിടെ എത്താൻ ഇത് മനസ്സിലാക്കിയാൽ, ഫണ്ടമെന്റൽ ആയാൽ മാത്രമേ ഹാപ്പി ആൻഡ് റെഡി എന്ന് ടൈപ്പ് ചെയ്തോളൂ. ഹാപ്പി ആൻഡ് റെഡി, സന്തോഷത്തോടു കൂടി തയ്യാറാക്കുക. എന്നും മറക്കാതെ ഓർക്കേണ്ട കാര്യമാണിത്. എല്ലാം സത്യസന്ധമായിരിക്കണം. ആക്ഷൻ എടുക്കാതെ ഒന്നും സംഭവിക്കില്ല. വിശ്വസിക്കുക, പ്രവർത്തിക്കുക, ഇത് മാത്രമേ നമുക്ക് നടക്കുള്ളൂ. അപ്പോൾ എന്തിൽ വിശ്വസിക്കുക? എനിക്ക് വേണ്ടതിനെ പറ്റി മാത്രം വിശ്വസിക്കുക. മുഴുവൻ പോക്ക് മറ്റതിലേക്കാണ്. കാശില്ല, 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 കാശില്ല. ഇല്ലായിരിക്കാം, ഉണ്ടാവണമെന്നാണ് പറയേണ്ടത് എന്നാണ് പറഞ്ഞത്. പോട്ടെ പോട്ടെ, ഫാസ്റ്റ് ആട്ടെ, സമയം ഉണ്ടാക്കണ്ട. നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. എല്ലാവരും ടൈപ്പ് ചെയ്യും. യൂട്യൂബ് വീഡിയോ കാണുന്നവരോടും പറയാണ്, നിങ്ങൾ സന്തോഷത്തോടു കൂടി അല്ല എങ്കിൽ, പരാതിയോടുകൂടിയാണ് നിൽക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദയവ് ചെയ്ത് മനസ്സിലാക്കുക സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ സന്തോഷത്തോടു കൂടിയല്ല പരാതിയോട് കൂടിയാണ് സമീപിക്കുന്നതെങ്കിൽ ജീവിതത്തിൽ പരാതികളും പരിവട്ടങ്ങളും മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. വളരെ സത്യസന്ധമായിട്ട് പറയാണ്. എപ്പോഴാണോ നിങ്ങൾ പരാതി പറയാൻ വാവ് പൊങ്ങുന്നത്, കൈ പ്രവർത്തിക്കുന്നത്, അപ്പോൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ അതിനെ മാത്രമായിരിക്കും ആകർഷിക്കുന്നത്. വേണോ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചോളൂ. എന്നിട്ട് താഴെ ടൈപ്പ് ചെയ്തോളൂ, എനിക്ക് ഓക്കെ, ഐ ആം ഓക്കെ വിത്ത് ദാറ്റ്, ഓക്കെ ഐ വിൽ ചേഞ്ച് ഇറ്റ്, അല്ലെങ്കിൽ ഞാനിത് മാറ്റുന്നു, അല്ലെങ്കിൽ ഞാൻ ഇത് തന്നെ തുടരുന്നു, എന്തായാലും കുഴപ്പമില്ല, നിങ്ങളുടെ തീരുമാനമാണ്. അപ്പോൾ വളരെ സത്യമായിട്ട് പറയണു, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, സന്തോഷത്തോടു കൂടി, സമാധാനത്തോടു കൂടി, എന്താണ്, പരാതികളില്ലാതെ ജീവിതം മുന്നോട്ട് പോകാം. നമ്മളെപ്പോഴും പരാതി ഉണ്ടാവുന്നത് എന്തിനു ഓർത്തിട്ടെന്നറിയോ? മറ്റുള്ളവർ ഓർത്തിട്ടാണ്. ഒരിക്കലും നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ് എന്ന് ഓർക്കുക. നമുക്ക് വേണ്ടത് നേടാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ, നമുക്ക് മാത്രമേ സാധിക്കാവൂ എന്നറിയുക. ഭർത്താവിന്റെ കാശ് കൊണ്ട് ഭാര്യ സുഖിക്കാമെന്നുണ്ടെങ്കിൽ അത് ഒരു സുഖമായിരിക്കില്ല. സ്വന്തമായി ഉണ്ടാക്കാൻ എല്ലാവർക്കും പറ്റും. അതിനുള്ള പ്രവർത്തനം ഇത്രമാത്രം, ഈ സാധനം ഒന്ന് കൃത്യമായി വർക്ക് ചെയ്യിപ്പിച്ചാൽ മാത്രം മതി. എല്ലാരെ കൊണ്ടും അത് പറ്റും. പറ്റാത്തവർ ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല. കാരണം ജനിച്ചപ്പോൾ ആരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല, പിന്നെ അവനവൻ എഴുന്നേറ്റ് നടക്കുകയായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെ അവനവനെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നുന്നവർക്ക് വേണമെങ്കിൽ ഒരു ദിവസം എന്റെ 1 ഡേ സെഷൻ എടുത്തോളൂ, 1 to 1 എടുത്തോളൂ. ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഐഡിയ. കുറച്ച് കാശ് എനിക്ക് തരണമെന്നേ ഉള്ളൂ, എന്നിട്ട് മാത്രമേ തരുള്ളൂ ഞാൻ ആ കാശ്. കാരണം അതും നിങ്ങൾ ഭർത്താവിനോടോ മറ്റോടോ കടം മേടിച്ച് തരരുത്. ഉണ്ടാക്കിയിട്ട് വരാൻ, ഒത്തിരി ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് പോവാ. ബാക്കി ഞാൻ പറഞ്ഞു, ഇത്രയും ലളിതമായി പറഞ്ഞു. അല്ല വെറുതെ ഞാൻ പറഞ്ഞല്ലോ, വെറുതെ പറഞ്ഞാൽ പാടില്ല എന്നുള്ള. ഓക്കെ, റെഡി. യെസ്, മാറി എന്നുള്ളതാണ്. ഇന്ന് സന്തോഷത്തോടെ ഞാനൊന്ന് ഓർത്ത കാര്യമുണ്ട്. ഇന്ന് ഞാൻ ആളെ പേര് പറയുന്നില്ല, നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, എന്നാലും ഞാനൊന്നും മിണ്ടാതിരുന്നത്. നമ്മുടെ തിരുവനന്തപുരം പ്രോഗ്രാം വരാൻ വേണ്ടി ബുക്ക് ചെയ്തു, എല്ലാം റെഡിയാണ്. പക്ഷെ ഒരു ഭയം, ചെറിയൊരു ഭയം ഉള്ളിലുണ്ട്. ഒറ്റക്കാണ് വരുന്നത്, ഇത്രയും ദൂരം യാത്ര ചെയ്യണം ഒക്കെ സ്വാഭാവികമായ ഭയമുണ്ട്. അപ്പൊ പറഞ്ഞപ്പോ നമ്മൾ കൂടെ ആൾക്കാരുണ്ട്, പക്ഷെ സാറേ ഞാൻ ഒറ്റക്കാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ആ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു പോയപ്പോ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മുടെ ഈ കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നല്ല ആൾക്കാർക്ക് മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് കൃത്യമാണ്. നിങ്ങൾ ഇനി എന്ത് ശ്രമിച്ചാലും, യൂട്യൂബ് കാണുന്നവരായാലും കുഴപ്പം, നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോകണമെങ്കിൽ ശുദ്ധ മനസ്സ് കുറച്ച്, 100% ഞാൻ പറഞ്ഞില്ല, 50% നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ഇവിടുന്ന് ഓടിപ്പോകും, പോയിട്ടുമുണ്ട്, പോവുകയും ചെയ്യും. അപ്പോ അത്രയും ഡയലോഗ് ഇത് മാത്രം പറഞ്ഞപ്പോ ആദ്യം സ്വന്തം അനുഭവം പറഞ്ഞവര്, ഇല്ല ഇങ്ങനെയല്ല, നാട്ടിലെ അവസ്ഥ ഇങ്ങനെയാണ്, അതൊക്കെ യാഥാർത്ഥ്യമായിരിക്കാം, അത് ഞാനും അനുഭവിച്ചതാണ്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ ആ കണ്ണിലൂടെ കാണാതിരുന്നാൽ മാത്രം മതി. അപ്പൊ നമുക്കത് സംഭവിക്കില്ല. എനിക്കൊന്നും അങ്ങനെ സംഭവിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ശരിയാണല്ലോ, ഞാൻ പറഞ്ഞത് പരാതിയാണല്ലോ, അത് വേണ്ട എന്ന് പറഞ്ഞു. സോറി സാർ, നമുക്കത് പരാതി വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പോ അത് എന്താണെന്നറിയാം, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. ബട്ട് വി ഡോണ്ട് വാണ്ട് ടു അട്രാക്ട് എനിമോർ. നമുക്കതിനെ വീണ്ടും വിളിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല. സംഭവിച്ചു, അവിടെ ഇരിക്കട്ടെ, കഴിഞ്ഞു. നമ്മൾ അതിനെ വീണ്ടും വലിച്ചു കൊണ്ടുവരാതിരിക്കുമ്പോൾ നമ്മളത് ഒഴിവാക്കുക. അതിനെപ്പറ്റി റിപ്പീറ്റഡ് ആക്കാതിരിക്കുക. നമ്മൾ റിപ്പീറ്റേഷൻ ചെയ്യുമ്പോൾ ബ്രെയിൻ വിൽ ആക്ടിവേറ്റ് അക്കോർഡിംഗ് ടു ബ്രെയിൻ അതിനെ വർക്ക് ചെയ്യും, അതിലേക്ക് ആക്ടിവേറ്റ് ചെയ്യും, അത് തന്നെ വീണ്ടും കൊണ്ടുവരും. സംഭവിക്കുന്നത് അങ്ങനെയാണ്. അപ്പോ അതിനെ നമ്മൾ
സപ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, നല്ലതിനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ നല്ലത് മാത്രമേ സെർച്ച് ചെയ്യൂ. അപ്പൊ ഇതൊന്ന് മാത്രം റീപ്ലേസ് ചെയ്യുക എപ്പോഴും. ഈ കാര്യത്തെ, ഏത് കാര്യത്തും അതെങ്ങനെ ആണ് സംഭവിച്ചിട്ടുണ്ടാവാം, ഇല്ല എന്നല്ല, പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്തതാണെന്ന് പറയാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ജീവിതത്തിൽ പണം കൊണ്ടുവരാനുള്ള ഒരു അത്ഭുത മന്ത്രം നിങ്ങൾക്ക് എല്ലാം ആവശ്യമാണല്ലോ. എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ആവശ്യമില്ലാത്ത ഒരാളുമില്ല. എനിക്കും ആവശ്യമാണ്, അല്ലെ? നമുക്ക് ആവശ്യമാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമ്പത്ത്, ഞാൻ വീണ്ടും ഒന്നുകൂടി പറയുന്നു, ആത്മവിശ്വാസവും ജീവിതത്തിൽ സമ്പത്ത് ആകർഷിക്കാനും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സിസ്റ്റത്തിന് ലളിതമായി ഞാൻ പറഞ്ഞു തരാം. നമ്മളൊരു സമ്പത്തിന്റെ പ്രഭാവലയം നമ്മൾ സൃഷ്ടിക്കണം. എന്താണ്? സമ്പത്തിന്റെ പ്രഭാവലയം നമ്മൾ സൃഷ്ടിക്കണം. എങ്ങനെയാണ് ഒരു പ്രഭാവലയം ഉണ്ടാവുക? നിങ്ങൾ ഓറ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടെങ്കിൽ, ഓറ എന്ന് പറയുന്നത് ഒരു പ്രഭാവലയത്തിനെയാണ് പറയുന്നത്. ആ വ്യക്തിയുടെ ചിന്തകളിലെയും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്, നമുക്ക് അടുത്തൊരു ശരീരമുണ്ടെന്ന് പറഞ്ഞു, അതിൽ നിന്നുണ്ടാവുന്ന ഊർജത്തിനെയും പുറത്തോട്ട് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഓറ എന്ന് പറയുന്നത്. മെത്തേഡല്ല, അതിനെയാണ് ഓറ എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് സമ്പത്തിന്റെ ഒരു പ്രഭാവലയം സൃഷ്ടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വരുന്നതെല്ലാം എന്തായിരിക്കും? സമ്പത്ത് മാത്രമായിരിക്കും. ഇത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ചില പ്രക്രിയകളിലൂടെ കടന്നു. ഒന്നാമത്തെ പ്രക്രിയ എന്ന് പറയുന്നത്, നമ്മൾക്ക് വേണ്ടതിന്, അതായത് ഒന്നാമത്തെ പ്രക്രിയ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ മനസ്സിലാക്കുക എന്ന് പറയും. എഴുതി വെച്ചോളൂ. ഒന്നാമത്തെ പ്രക്രിയ, എന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം, നമുക്ക് നമ്മളെ പൂർണ്ണമായി മനസ്സിലാക്കുക. എന്താണ് എന്റെ കഴിവ്, എന്താണ് എന്റെ കുറവ്, ഞാൻ ഇപ്പോൾ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്, എന്റെ ഇപ്പോഴത്തെ ചിന്താഗതി എന്താണ്, എനിക്ക് എന്ത് ചിന്താഗതിയാണ് ആവശ്യം എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഞാൻ ദാരിദ്ര്യത്തെ പറ്റിയാണോ ചിന്തിക്കുന്നത്, അല്ല ഞാൻ സമ്പന്നതയെ പറ്റിയിട്ടാണോ ചിന്തിക്കുന്നത്, അല്ല ഞാൻ പരാതിയാണോ എനിക്കുള്ളത്, അല്ല എനിക്ക് അബൻഡൻസ് ആണോ ഉള്ളത്, ഞാൻ എന്താ പറയാ ദുർബലമായ അവസ്ഥയിലാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ സ്ട്രോങ് ആണോ? ഇങ്ങനെ എന്നെ പറ്റി നല്ല ബോധം എനിക്ക് ഉണ്ടാക്കി വെക്കണം. ഇവിടെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നമ്മളെ അളക്കാൻ പറ്റാത്തിടത്തോളം കാലം, എനിക്ക് എന്റെ എനർജിയെ പറ്റി അറിയാത്തിടത്തോളം കാലം നമുക്കത് നിറക്കാനോ കുറക്കാനോ പറ്റില്ല, അല്ലേ? എനിക്കൊരു കുറവുണ്ട്, കുറവ് എനിക്ക് മനസ്സിലായാലേ അതിനെ നികത്താനുള്ള നടപടി എനിക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. നടപടി സ്വീകരിക്കണം, അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ഇത് സാധ്യമായാൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്നാമത്തെ കാര്യം സ്വയം മനസ്സിലാക്കല. ഇത് ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. മണി മാനിഫെസ്റ്റേഷൻ കംപ്ലീറ്റ് ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. നമ്മളെ മനസ്സിലാക്കുക. ഇനി അത് മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നലെ പറഞ്ഞത് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഹിപ്നോസിസിലൂടെ കടന്നു പോകുമ്പോൾ കൃത്യമായി നമ്മുടെ ഉപബോധ മനസ്സിനകത്ത് നമ്മളെ പറ്റിയിട്ട് ചെറുപ്പകാലത്ത് കൂടി നമ്മൾ ഉണ്ടാക്കി വെച്ച ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ പുറത്തെടുക്കാൻ പറ്റും. ഈ മനസ്സിലാക്കലിന്റെ ലിമിറ്റേഷന് നമുക്ക് പുറത്ത് കിടക്കാൻ പറ്റും. അതാണ് ഈ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷന്റെ പ്രത്യേകത. അത് മനസ്സിലാകുന്നവരാണെങ്കിൽ സാധാരണ ലോ ഓഫ് അട്രാക്ഷനിലും കാര്യങ്ങൾ നമുക്ക് നടത്താം. അങ്ങനെ ദിവസവും ചെയ്യേണ്ട പ്രക്രിയ, ഡെയിലി സ്വയം മനസ്സിലാക്കുന്ന ഡെയിലി ചെയ്യേണ്ടത്, ഉറങ്ങുന്നതിന് മുമ്പും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും ഒരു 5 മിനിറ്റ് നേരം നിങ്ങൾക്കായി മാറ്റിവെക്കണം. ഇന്നത്തെ ദിവസത്തെ വിശകലനം ചെയ്യണം. എന്തൊക്കെ നല്ല കാര്യങ്ങൾ നടന്നു, എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് എനിക്ക് ഒഴിവാക്കാമായിരുന്നു, അതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉറങ്ങാൻ പോകണം. രാവിലെ എഴുന്നേൽക്കുമ്പോഴും ശുക്ർ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിയോടുകൂടി നമ്മൾ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് കാര്യങ്ങളൊക്കെ സ്വസ്ഥമായി നടന്നതിനെല്ലാം ഓർത്തുകൊണ്ടിരിക്കാൻ കാര്യങ്ങൾ ദിവസവും ചേർക്കണം. മൂന്നാമത്തെ കാര്യം, ആത്മധൈര്യം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം. ഇല്ലാത്തവർക്ക് ഇത് ഉണ്ടാക്കിയെടുക്കണം. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ ധൈര്യമാണ് ആദ്യം വേണ്ടത്. ആത്മധൈര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ അറിയാം, എന്റെ കപ്പാസിറ്റി അറിയാം, എന്റെ കാര്യങ്ങൾ അറിയാം, പിന്നെ ഒന്നിനെയും നമ്മൾ ഭയക്കേണ്ടതില്ല. അപ്പോൾ നമ്മളുടെ ലക്ഷ്യങ്ങളെ എങ്ങനെയൊക്കെ നമുക്ക് സാധിക്കുമെന്നുള്ള ഒരു ആത്മധൈര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കും. അത് ക്ലാരിറ്റി ഓഫ് തോട്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് വ്യക്തിഗതമായി ചിന്തകൾ വളരെ കൃത്യമായി ഉണ്ടാക്കാൻ പറ്റണം.
അതിലൂടെ മാത്രമേ ആത്മധൈര്യം സംഭവിക്കുള്ളൂ. ജേണി ടു ഹാപ്പിനെസ്സിൽ കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് ആത്മധൈര്യം ഉണ്ടാക്കുന്നത്. മണി മാനിഫെസ്റ്റേഷന്റെ ഒരു പാട്ട് തന്നെ, 2 അധ്യായം തന്നെ ആ ഒരു കാര്യത്തിലാണ്. അത് കൃത്യമായി പാലിക്കുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ദിവസവും ചെയ്യുമെങ്കിൽ റെഡി എന്ന് പറഞ്ഞോളൂ. ഞാൻ ആ ഒരു വിദ്യ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഞാൻ ഒന്നും ചെയ്യില്ല, എനിക്ക് വരട്ടെ എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവർ അവിടെ ഇരുന്നോളൂ. ദയവ് ചെയ്ത് ഒന്നും പറയാനില്ല. ഇത് വളരെ ലളിതമാണ്, ഒരു എക്സ്പെൻസും ഇല്ല. 10 പൈസ ചെലവില്ലാത്ത കാര്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഈ 10 പൈസ പോലും നിങ്ങൾക്ക് അതിന് ചെലവില്ല. അത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ തയ്യാറല്ല എന്ന് മാത്രമാണ്. നമ്മൾ എപ്പോഴും പിന്നെ ആലോചിക്കുന്നത് ആരെങ്കിലും കുറച്ച് കടം തരുമോ, ആരെങ്കിലും മറ്റേ തരുമോ, അവര് സഹായിക്കും. ഇതൊന്നും അല്ല ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നത് അറിയും. ഇതിൽ ഓർത്തിട്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ട്, ഇത് 3 കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് വിഷയമുണ്ടോ എങ്കിൽ നിങ്ങൾ കോഴ്സ് ചേരാം. കാശ് തന്നിട്ട് തന്നെ കോഴ്സ് ചെയ്യേണ്ടി വരുമല്ലോ, അങ്ങനെയല്ല പറയും. അപ്പോ ഇത് ഇനി റെഡിയായവർ വളരെ കുറച്ചേ ഉള്ളൂ എന്ന് എനിക്കറിയാം. കാരണം ഈ കാര്യം വരുമ്പോഴാണ് റെഡിയാവുന്നത്. എനിക്ക് വളരെ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യമാണ്. മിനിയാത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞാണ്, നന്ദി പറയൽ മാത്രമാണ് ഏറ്റവും ഏറ്റവും സൂപ്പറായിട്ടുള്ള കാര്യം. നന്ദി ഏറ്റവും നിങ്ങളെ അവനവനെ ഉയർത്താനുള്ള ഏറ്റവും പരമപ്രധാനമായ കാര്യം നന്ദി പറയുക എന്നുള്ളത്. ആ നന്ദി പറയുന്നതിനെ പറ്റി ഞാൻ ഒരു വീഡിയോ തന്നെ ചെയ്തിരുന്നു. പക്ഷെ അതിന്റെ വ്യൂസ് വളരെ കുറവാണ്. എന്നിട്ട് ഞാനിവിടെ പറഞ്ഞു, നന്ദി പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 108 അഫ്രിമേഷൻ, നന്ദിയുടെ അഫ്രിമേഷൻ ഞാൻ തരാം, വെറും 108 രൂപ നിങ്ങൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. വളരെ ലളിതമായ കാര്യമാണ്, ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഞാൻ എത്രത്തോളം നന്ദി നിങ്ങൾക്കുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. പക്ഷെ എന്നെ വിസ്മയിപ്പിച്ച കാര്യം പറയണോ? എത്ര പേര് അതിന് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ആർക്കും ഒന്ന് പറയാൻ പറ്റും? എന്നെ വിസ്മയിപ്പിച്ച കാര്യമാണ്. ഞാനതിരുന്ന് ആലോചിച്ചു. ആൾക്കാർ എല്ലാ ദിവസവും ക്ലാസ്സിൽ നിന്ന് കേൾക്കുന്നു, പക്ഷെ മാറ്റാൻ വേണ്ട അടിസ്ഥാനപരമായ കാര്യം നന്ദി പറയുക എന്ന് പറഞ്ഞപ്പോൾ ആ കാര്യത്തെ കണക്ട് ചെയ്ത ആൾക്കാർ എത്ര പേരുണ്ട് എന്ന് ഒന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ പറ്റും. യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് കുറെ പേര് വന്നിട്ടുണ്ട്, അതെനിക്കറിയാം. ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആൾക്കാർ എത്ര പേര്, എനിക്ക് ആ എമൗണ്ടിനല്ല, എമൗണ്ട് അത്രയും കുറവാണ്. എമൗണ്ട് ഒരു വിഷയമേ ആയിരിക്കില്ല. കാരണം എന്താ പറയാ, ഒരു ചായ കുടിക്കേണ്ട പൈസ പോലും ആവും. യെസ്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോളൂ. ഒന്നുകൂടി ടൈപ്പ് പോരട്ടെ, എക്സ്പെക്ട് ചെയ്തോളൂ. ക്ഷേത്രത്തിൽ പറഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞോളൂ, നന്ദി പറിച്ചോളൂ, എല്ലാവർക്കും എക്സ്പെക്ട് ചെയ്തോളൂ. അയച്ച ഒരു സന്തോഷം. ഇത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ സ്വയം മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറയണേ. ഇപ്പൊ ചെയ്യാത്തവരും നന്ദി പറയാത്തവരും കുറച്ചും കൂടി നന്ദി അറിയേണ്ടത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ബാബു എഴുതിയ കറക്റ്റ് ആണോ? നന്ദി പറയാണ്ട് ഇവിടെ നന്ദി പറയൽ നിങ്ങൾക്കായിരിക്കും, പക്ഷെ അതിന് കൃത്യമായ വാക്കുകൾ അറിയാൻ വേണ്ടിയിട്ട് ഈ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുക, അഫർമേഷൻ ആയിട്ട് എടുക്കാൻ പറഞ്ഞു. നന്ദി നിങ്ങൾ പറഞ്ഞ താങ്ക് യു കേട്ടോ എന്ന് പറയുന്നുണ്ടാവും. ചെലവ് കൂടുതലാണ്, 108 രൂപയോ, ചെലവ് കൂടുതൽ. നന്ദി പറയാം. 8 പേരാണ് കാശ് തന്നത്, 8 ആൾക്കാർ. 262 ആൾക്കാരുള്ള നമ്മുടെ അന്നത്തെ ക്ലാസ്സിൽ 8 പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ് വാങ്ങിക്കാനായിട്ട് തയ്യാറായത്. ഞാൻ പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് വാങ്ങിക്കാനല്ല നിങ്ങൾ ആഗ്രഹം, അതിന്റെ ആവശ്യം നിങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാം. പക്ഷേ നന്ദി പറയാൻ ഞാൻ തയ്യാറാണ് എന്ന് അകത്ത് നിന്ന് ഇത് വന്നു കഴിഞ്ഞാൽ മാത്രമേ അതൊരു തയ്യാറാവൂ. ഇത് വരണം, റിക്വസ്റ്റിംഗ് ആണ്. നന്ദി പറയൽ ചെറിയ സംഭവമാണെന്ന് വിചാരിക്കരുത്. ഇനി ഞാൻ നെക്സ്റ്റ് വരുന്നുണ്ട്, ഫൊർഗീവ്നെസ്സിനെ പറ്റി പറയാം. നന്ദി പറയാൻ തയ്യാറാവാത്ത ആൾക്കാർ ഫൊർഗീവ്നെസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും? പുറത്തു കൊടുക്കൂ എന്ന് പറഞ്ഞാൽ എത്ര പേര് തയ്യാറാവും? വളരെ റെയർ ടു റെയർ. കാരണം അത് ഇറക്കി വെക്കാൻ തയ്യാറാവില്ല. നന്ദി എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. ഫൊർഗീവ്നെസ് നമ്മളെ കുലുക്കി കളയും സാധനം. ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, നിങ്ങൾ വെറുതെ ഇരിക്കുകയല്ല, ഇതൊക്കെ വർക്ക് ചെയ്യണം. ഇങ്ങനെയുള്ള കുറെ പ്രിൻസിപ്പിളിലൂടെ കടന്നു പോകണം, എങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അല്ലാതെ പറ്റില്ല, അല്ലാതെ നടക്കില്ല. ദൈവത്തിന് നന്ദി പറഞ്ഞോളൂ, എല്ലാം ചെയ്തോളൂ, പക്ഷെ റിയൽ ആക്ഷൻ അകത്തുനിന്ന് വരണം, എങ്കിൽ മാത്രമേ സാധ്യമുള്ളൂ. എനിക്ക് 8 പേരോ 10 പേരോ അയച്ചതല്ല എന്റെ വിഷയം. നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മഹത്യ അകത്തുണ്ടോ എന്നാലാണ്. യെസ്, അത് മാത്രമാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്.
ഞാൻ ആ എമൗണ്ട് ചിലപ്പോൾ ഞാൻ ഇവിടുത്തെ ഇഷ്ടംപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ഇൻഫർമേഷൻ നമ്മൾ സ്ഥിരമായി നൽകുന്നുണ്ട്, അതൊന്നും വിഷയമല്ല. ഞാൻ അറിയാൻ ആഗ്രഹിച്ചതാണ് നിങ്ങൾ അകത്ത് നിന്ന് എത്ര വരുന്നുണ്ട് എന്നറിയാൻ. നന്ദി പറച്ചിൽ കണ്ടാൽ അതിന്റെ മാറ്റം ഉണ്ടാവും. എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞതിനകത്ത് നന്ദി പറയുകയാണെങ്കിൽ 100% മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും, യാതൊരു തർക്കമില്ല. അടുത്ത് തന്നെ. പക്ഷെ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി തീരുമാനിച്ചു. അഫ്രിമേഷൻസ് എന്ന് പറഞ്ഞ് മലയാളത്തിൽ ആദ്യമായി ഒരു പുസ്തകം തന്നെ പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചു. എല്ലാ മേഖലയിലും അഫ്രിമേഷൻസിന്റെ പുസ്തകം. വേണ്ടവർ വാങ്ങിച്ചു, എത്ര പേര് വാങ്ങിക്കുന്നില്ല. പക്ഷെ അത് ഇല്ല, നമ്മുടെ ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലില്ല. ഞാൻ ഇന്ന് രാവിലെ ഞാൻ എന്റെ പബ്ലിഷേഴ്സിനോട് സംസാരിച്ചു. റൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. പുസ്തകം തന്നെ വായിക്കണം, അറിയണം, ചെയ്യണം ആൾക്കാർ. ഇത്രയും ഇതാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് അഫർമേഷൻസ് പഠിക്കാം. നമുക്ക് ആ അത്ഭുതമായ ഒരു ഡയലോഗ് പഠിക്കാം, ഒരു വാക്ക് പഠിക്കാം. എഴുതി വെച്ചോളൂ, റെഡിയായിട്ട് എഴുതി വെച്ചോളൂ. കുറച്ച് ലെങ്ത് കൂടുതലാണ്. ഈ വാക്ക് ഡെയിലി നിങ്ങളുടെ എത്ര പ്രാവശ്യം എന്നൊക്കെ ഞാൻ പറയാം. ഡെയിലി നിങ്ങളുടെ കൂടുതൽ J2H നന്ദി പറയുന്നതിന് പ്രാധാന്യത്തെ പറ്റി വളരെ കൃത്യമായി പറയുന്നു. എന്റെ പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ തന്നെ, ഒരു ഭാഗം തന്നെ അതിനകത്തുണ്ട്. ജേർണി ടു ഹാപ്പിനെസ്, ഇത് മനസ്സൊരു വിസ്മയത്തിൽ വായിച്ചു നോക്കുക, അത്രയും ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ എഴുതിക്കോളൂ. ഈ പറയുന്ന വാക്ക് നിങ്ങൾ രാവിലെയും വൈകിട്ടും ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, ഏത് സമയത്തും ഉണ്ടാവണം. വാക്ക് ഇങ്ങനെയാണ്: സമ്പത്ത് എന്നെ ഏറ്റവും ആകർഷിക്കുന്നു. സമ്പത്ത് എന്നെ ഏറ്റവും ആകർഷിക്കുന്നു. സമ്പത്ത് എന്നെ ഏറ്റവും ആകർഷിക്കുന്നു. ഞാൻ എപ്പോഴും ധനസമ്പത്തിന്റെയും സമൃദ്ധിയുടെയും മധ്യത്തിൽ ജീവിക്കുന്നു. ഞാൻ എപ്പോഴും ധനസമ്പത്തിന്റെയും സമൃദ്ധിയുടെയും മധ്യത്തിൽ ജീവിക്കുന്നു. എനിക്ക് ആവശ്യമുള്ളതിലും അധികം പണം എനിക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നു. എനിക്ക് ആവശ്യമുള്ളതിലും അധികം പണം എനിക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നു. ധനസമ്പത്ത് എന്നെ ഏറ്റവും ആകർഷിക്കുന്നു. ഞാൻ എപ്പോഴും ധനസമ്പത്തിന്റെയും സമൃദ്ധിയുടെയും മധ്യത്തിൽ ജീവിക്കുന്നു. എനിക്ക് ആവശ്യമുള്ളതിലും അധികം പണം എളുപ്പത്തിൽ ലഭിക്കുന്നു. പണം എന്നെ സ്നേഹിക്കുന്നു. പണം എന്നെ സ്നേഹിക്കുന്നു. ഞാൻ പണത്തെയും സ്നേഹിക്കുന്നു. ഞാൻ പണത്തെയും സ്നേഹിക്കുന്നു. ഞാൻ സമ്പത്തിന്റെ ആവാഹകനാണ്. ഞാൻ സമ്പത്തിന്റെ ആവാഹകനാണ്. എഴുതിയവരുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ട് കൊടുത്തേക്ക്, മറ്റുള്ളവർ ഹെൽപ്പിനായിട്ട്. ഒന്നുകൂടി പറയാം, വളരെ കൃത്യമായി പറയാം. സമ്പത്ത് എന്നെ ഏറ്റവും ആകർഷിക്കുന്നു. ഞാൻ എപ്പോഴും ധനസമ്പത്തിന്റെയും സമൃദ്ധിയുടെയും മധ്യത്തിൽ ജീവിക്കുന്നു. എനിക്ക് ആവശ്യമുള്ളതിലും അധികം പണം എളുപ്പത്തിൽ ഉണ്ടാകുന്നു. പണം എന്നെ സ്നേഹിക്കുന്നു. ഞാൻ പണത്തെയും സ്നേഹിക്കുന്നു. ഞാൻ സമ്പത്തിന്റെ ആവാഹകനാണ്. റെഡി? ഈ വാക്ക് ഇത്രയും നിങ്ങൾ ഓർത്ത് വെക്കുക. ചെറിയ ചെറിയ മാറ്റങ്ങൾ, വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കോട്ടെ, അർത്ഥം ശരിയായാൽ മതി കേട്ടോ. നിങ്ങൾ അതുപോലെ പറഞ്ഞു പഠിക്കണം എന്നൊന്നുമില്ല, അർത്ഥം ശരിയായാൽ മതി. ഈ വാക്ക് നിങ്ങൾ ഉറച്ച വിശ്വാസത്തോടു കൂടി ഉള്ളു നിറഞ്ഞ് ആഹ്ലാദത്തോടു കൂടി ആവർത്തിച്ച് പറയുക. ഉള്ളു നിറഞ്ഞ് ആഹ്ലാദത്തോടു കൂടി ആവർത്തിച്ച് പറയും. ഇതിൽ നിങ്ങളുടെ ശരീരഭാഷ, മനോഭാവം, ചിന്തകൾ എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം ഉണ്ടാവും. നിങ്ങൾ എപ്പോഴും ഇമോഷണലി കണക്ട് ആയിരിക്കണം. ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിന്റെ ധ്വനി കറക്റ്റ് ആയിരിക്കണം. അറിയാലോ ധ്വനി എന്ന് പറയുന്നത്. സമ്പത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ സമ്പത്ത് ഫീൽ ചെയ്യണം. സമ്പത്ത് എന്ന് പറഞ്ഞാൽ നടക്കൂല. എന്തുകൊണ്ട് പറയും?
അങ്ങനെ അങ്ങനെ കാണിക്കേണ്ടി വരും. ചില ആളുടെ ആകർഷിക്കുന്നു എന്ന് പറയും. ഒരു ആകർഷണത്തിനൊക്കെ ഒരു പുള്ളിങ് പവർ വേണം. ആകർഷിക്കുമ്പോ എന്നൊക്കെ പറയുമ്പോണ്ടല്ല, വലിക്കാനുള്ള ഒരു ഇത് വരണം, അകത്തുനിന്ന് വരണം. ഇത് വരില്ല. സമൃദ്ധി എന്നൊക്കെ പറഞ്ഞിട്ട് ജന്മത്തിൽ സമൃദ്ധി ആ ഭാഗത്തോട്ട് പോകില്ല. അതുപോലെ സമൃദ്ധി എന്നൊക്കെ പറഞ്ഞ കളി ആൾക്കാർ. ഈ വാക്കുകൾക്കൊക്കെ ഭയങ്കര ശക്തിയുണ്ട് കേട്ടോ. മലയാള അധ്യാപകർ കേട്ടോ, മലയാള അധ്യാപകർ കേട്ടാൽ അത് ആ ഫീലിങ്സ് വരണം. അതാണ് വാക്കിന്റെ പ്രത്യേകത. അപ്പോ ഇത് വളരെ കൃത്യമായി പറയണം. ഇനി ചെയ്യേണ്ടത് കാര്യം പറയാം. ഇത് എപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് എപ്പോഴൊക്കെ പറയാൻ പറ്റുമോ അപ്പോഴൊക്കെ നിങ്ങൾ ഇത് ഓർക്കണം. കൃത്യമായി പാലിക്കേണ്ടത് 28 ദിവസം നിങ്ങളിത് മുടങ്ങാതെ പറയണം. എത്ര സമയം ചോദിച്ചേക്കരുത്, രാവിലെ വൈകിട്ട് ഉച്ചക്കൊന്നും ചോദിച്ചേക്കരുത്. എപ്പോഴൊക്കെ പറയാൻ പറ്റും അപ്പോഴൊക്കെ പറയണം. ഒരു സമയത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിലും അത് അകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അത് ഏത് സമയം എന്നറിയോ? ഒരു സമയത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, ആ സമയത്തും ഞാൻ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം എന്നായിരിക്കും മറുപടി. അത് അകത്ത് വർക്ക് ചെയ്യണം. ഏത് സമയമാണത്? ഉറങ്ങുന്ന സമയം. അത് തന്നെ, ഉറങ്ങുന്ന സമയത്തും ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് നോ എക്സ്ക്യൂസ് 24/7 പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അത് വളരെ കൃത്യമായി വർക്ക് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക. ഈ പ്രക്രിയ തുടരുക. അപ്പോൾ വേറൊരു കാര്യം കൂടി ഓർത്ത് പറയാം. സമ്പത്ത് എന്ന് പറയുമ്പോൾ ഓർമ്മ വരണം, എന്താണ് എനിക്ക് വേണ്ട സമ്പത്ത്, ഉദ്ദേശം എന്താണ് സമ്പത്ത് കൊണ്ട്, അത് മനസ്സിലാക്കണം. പിന്നെന്താണ് നമ്മുടെ മറ്റ് ഏത് കാര്യത്തെ പറയുന്നു, ധനസമ്പത്ത് സമൃദ്ധിയെ പറ്റി പറയും, എന്താണ് എന്റെ സമൃദ്ധി എന്ന് ഓർക്കണം. ഇപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്ത് പലരോടും ചോദിക്കുന്നത്, നിങ്ങൾക്ക് സമൃദ്ധി വേണോ? വേണം. എന്താണ് എന്റെ സമൃദ്ധി, എന്താണ് നിങ്ങളുടെ സമൃദ്ധി എന്ന് ചോദിച്ചാൽ അത് അത് നടക്കൂല. സമൃദ്ധി എന്താണ് വേണ്ടത് എന്ന് കൃത്യമായി അറിയാം. ഞാൻ ചാറ്റ് ബോക്സിൽ ഒന്നുകൂടി ഇട്ടിട്ടുണ്ട്, ഇത്രയും കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട്. എന്താണ് സമൃദ്ധി എന്നറിയണം. ഞാൻ എന്താണ് എനിക്ക് ആവശ്യമുള്ളതെന്ന്, എന്താണ് എനിക്ക് ആവശ്യമുള്ള പണം എന്നറിയണം. ഇത് മറക്കരുത്. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോ 3 കാര്യം. രണ്ടാമത്, നിങ്ങൾ ആഗ്രഹം കൃത്യമായി മനസ്സിലാക്കണം. നന്ദി പറയാൻ മറക്കരുത്. ഉപകാര സ്മരണ അല്ലെങ്കിൽ നന്ദി പറയൽ മറക്കാതിരിക്കണം. ചെലവുകൾക്കെല്ലാം നന്ദി കൂടി പറയാൻ പറ്റണം. പൈസ ചെലവായാൽ നമ്മൾ പറയുന്നത് ഷോ ഇതും പോയി, അല്ലെ? ചെലവാക്കിയ അപ്പൊ പറയും ഇതും പോയി. നടക്കൂല സമ്പത്ത് കേട്ടോ. തിരുവനന്തപുരം പ്രോഗ്രാമിൽ കൃത്യമായി പറഞ്ഞു തരാം എന്താ സംഭവിക്കുന്നത്. അത് ചെലവാക്കുമ്പോൾ നന്ദി പറയാൻ പറ്റണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും പോരെ? കൃത്യമായി മനസ്സിലാക്കിയല്ലോ? മതി. നമുക്ക് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവസാനം ആകെ കൂടി, അല്ലെ? ഇത്രയും പഠിച്ചു വെക്കുക. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത 2-3 ദിവസം നിങ്ങൾ തന്നെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക. വേറെ ഒന്നും അറിയിക്കേണ്ടതില്ല. ഇനി അടുത്തൊരു കല്ലോ ഈർക്കിലിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം. അടുത്തൊരു ടെക്നിക്കായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ് ജോയിൻ ചെയ്യാനുള്ള ആൾക്കാർ ജോയിൻ ചെയ്യുക എത്രയും പെട്ടെന്ന്. തിരുവനന്തപുരം പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് 20% ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. 1111 രൂപ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കുക മാക്സിമം ആൾക്കാർ. കാരണം ഇങ്ങനെയൊക്കെയാണല്ലോ നമുക്ക് ഗുണം ആയി മാറുക. അപ്പൊ എല്ലാവർക്കും അത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഹീൽ ആൻഡ് മാനിഫെസ്റ്റേഷൻ വേണ്ട ഈ ചൈൽഡ്ഹുഡ് ട്രോമ കാര്യങ്ങൾ വിഷയം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ. ശരി, അപ്പൊ എന്നാൽ താങ്ക് യു, ബൈ ബൈ. താങ്ക് യു സർ. താങ്ക് യു സർ.